വട്ടിയൂർക്കാവിൽ CPIM BJP ഡീൽ വ്യക്തമെന്ന് UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. മണ്ഡലത്തിൽ ത്രികോണപ്പോരിന്റെ ലക്ഷണമില്ല. BJP പ്രവർത്തനം മന്ദഗതിയിലാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാൻ പല കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുവെന്നും കെ മുരളീധരൻ പറഞ്ഞു. വട്ടിയൂർക്കാവിൽ തീവാറും പോരാട്ടമാണ് നടക്കുന്നത്. ഇപ്പോൾ വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ നമ്മളോടൊപ്പം ചേരുകയാണ്. മുരളീധരൻ, അതിനകത്ത് സജീവമായ പോരാട്ടം, പുതിയ ചർച്ചകൾ മണ്ഡലത്തിൽ വരുന്നു. ഇപ്പോൾ ഡീൽ വിവാദമാണ് പ്രധാന ചർച്ച. ഡീല് വളരെ വ്യക്തമാണല്ലോ. ഒരു ത്രികോണ പോരിൻ്റെ വല്ല ലക്ഷണം നിങ്ങളിവിടെ കാണുന്നുണ്ടോ? ഞാൻ പറയുന്ന പോട്ടെ, ഇവിടെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലം എന്ന് അവരവകാശപ്പെടുന്ന സ്ഥലത്ത് ഇത്രയും തണുത്ത പ്രവർത്തനം ആദ്യമായിട്ട് കാണുക. കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിലും ലോക്സഭാ ഇലക്ഷനിലും കണ്ട ഒരു ആവേശം ഇവിടെ കാണുന്നില്ലല്ലോ. അതാണ് പറഞ്ഞ ഡീലെന്ന് പറഞ്ഞു. മാത്രമല്ല, ചില BJP കൗൺസിലർമാർ ഞങ്ങളുടെ വോട്ട് പ്രശാന്തനാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങൾ പരാജയപ്പെടാൻ പോകുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ഡീല്, അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥി എത്രയോ നേതാക്കന്മാർ ജില്ലയിൽ ഒരു സ്വതന്ത്രനെ പിടിച്ചു നിർത്തി. അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ മത്സരം UDFും BJPയും തമ്മിലാണ്. അപ്പോൾ അവിടെ ഒരിക്കലും അങ്ങനെ BJP രണ്ടാം സ്ഥാനത്ത് വരാത്തൊരു നിയോജകമണ്ഡലമാണ്. അപ്പോൾ ഇതൊക്കെ ഡീലിൻ്റെ ഭാഗമാണ്. പക്ഷേ ഞങ്ങൾക്ക് അതുകൊണ്ടൊന്നും യാതൊരു പരിഭ്രമവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, 10 വോട്ട് BJPയുടെ 10 വോട്ട് LDFന് പോയാൽ LDFൻ്റെ 20 വോട്ട് ഞങ്ങൾക്ക് കിട്ടും. ഡീൽ വിവാദം അസംബന്ധമെന്നാണ് R. ശ്രീലേഖ അല്പസമയം മുൻപ് പറഞ്ഞത്. അസംബന്ധമൊന്നുമല്ല, അത് അവർക്കുള്ളിൽ അറിയാം എന്താണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അവർക്ക് അതിലേ പറയാൻ പറ്റും. മറ്റു ചില സംഭവങ്ങൾ കൂടി നമ്മുടെ കേരളത്തിൻ്റെ നടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ റിപ്പോർട്ട് കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അത് കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തൽ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ശബരിമല സംഭവത്തിൽ യഥാർത്ഥ കുറ്റവാളിയെ രക്ഷിക്കാനുള്ള ഒരുപാട് കള്ളക്കഥകൾ പ്രചരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് കൊടിമരത്തിൻ്റെ കാര്യം. അത് കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് തന്നെയാണെന്ന് കൊടിമരം മാറ്റിയത്. മാത്രമല്ല, ആ കൊടിമരത്തിലെ വാജിവാഹനം ഉൾപ്പെടെ ഇപ്പോഴും തന്ത്രിയുടെ കസ്റ്റഡിയിലുണ്ട്. പിന്നെ എന്തിനാണ് അതിൻ്റെ ഒരു വിവാദം എന്തിനായിരുന്നു? എന്നാൽ യഥാർത്ഥത്തിൽ സ്വർണം കട്ട കള്ളന്മാർ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥയല്ലേ ഇത്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, യഥാർത്ഥ കള്ളന്മാരെ ഇവർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ UDF സർക്കാർ വന്നാൽ ഞങ്ങളിത് വളരെ സീരിയസ് ആയിട്ട് എടുക്കും. സ്വർണം കട്ട ഒരു കള്ളനെ പോലും ഞങ്ങൾ വെറുതെ വിടില്ല. ഒരൊറ്റ ചോദ്യം കൂടി, ഈ UDF ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. കോൺഗ്രസ് ഒരുപക്ഷെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ ചില ചർച്ചകൾ, ഈ മുഖ്യമന്ത്രി ചർച്ച അടക്കമുള്ള കാര്യമൊന്നും ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ. അത് വളരെ വ്യക്തമായിട്ട് പാർട്ടിയുടെ ദേശീയ നയം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജയിച്ചു വരുന്ന MLAമാരുമായി ചർച്ച ചെയ്തിട്ടാണ് ആ കാര്യം തീരുമാനിക്കുക. അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഫൈനലാണ്. അതിൻ്റെ പേര് തർക്കമൊന്നുമില്ല. ഏതായാലും വലിയ പോരാട്ട ചൂടാണ്. അതേപോലെ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾ, പ്രത്യേകിച്ച് ഡീൽ വിവാദം അടക്കമുള്ള കാര്യങ്ങൾ വട്ടിയൂർക്കാവിൽ കൂടുതൽ സജീവമാകുന്നത് നമ്മൾ ഈ മണിക്കൂറുകളിൽ കാണുകയും ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ സിറിലിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.